എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. വാഹനങ്ങളുടെ ആർ സി ബുക്ക് എന്നൊക്കെ അറിയപ്പെടുന്ന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നമുക്കിപ്പോൾ ഓൺലൈനായി ഡൗൺലോഡ് ചെയ്തെടുക്കുവാൻ സാധിക്കും. അതെങ്ങനെയെന്നാണ് ഇന്നിവിടെ നോക്കുന്നത്. മൊബൈൽ ഉപയോഗിച്ചും കമ്പ്യൂട്ടർ ഉപയോഗിച്ചും എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്ന വീഡിയോയിൽ പരിശോധിക്കുന്നുണ്ട്. ആർ സിയുടെയും ഡ്രൈവിംഗ് ലൈസൻസിൻ്റെയും ഒക്കെ പ്രിൻറ്റിംഗ് മോട്ടോർ വാഹന വകുപ്പ് നിർത്തിയിരിക്കുകയാണ്. മാർച്ച് മുതൽ ഒന്നുകിൽ ഡിജിറ്റൽ ഡോക്യുമെൻറ്റ്സ് ഉപയോഗിക്കണം, അതല്ലെങ്കിൽ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സാണ് ഉപയോഗിക്കേണ്ടുന്നത്. ഇതിൽ ഡ്രൈവിംഗ് ലൈസൻസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം എന്നതിൻ്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്, ലിങ്ക് കൊടുത്തിരിക്കാം. നിലവിൽ ആർ സിയും ഡ്രൈവിംഗ് ലൈസൻസും ഒക്കെ തപാലിൽ ലഭിക്കുവാൻ താമസം നേരിടുന്നവർക്കും ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇത്തരത്തിൽ ഓൺലൈൻ പ്രോസസ്സുകൾ മാത്രമടങ്ങിയ വീഡിയോകളാണ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ആർ സിയും ഡ്രൈവിംഗ് ലൈസൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഏതാണ്ട് ഒട്ടുമിക്ക വീഡിയോകളും ചാനലിൽ ലഭ്യമാണ്. ഇവയൊക്കെ RTO റിലേറ്റഡ് വീഡിയോസ് എന്നൊരു പ്ലേലിസ്റ്റിൽ ക്രമീകരിച്ചിട്ടുണ്ട്, ലിങ്ക് കൊടുത്തിരിക്കാം. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഇതിനായി ഗൂഗിളിൽ പരിവാഹൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ സൈറ്റിൽ പ്രവേശിക്കുവാനുള്ള ലിങ്ക് ലഭിക്കും. parivahan.gov.in എന്നതാണ് വെബ്സൈറ്റ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. സൈറ്റിൽ പ്രവേശിച്ചാൽ നമുക്കിങ്ങനെ ഒരു പോപ്പപ്പ് വിൻഡോയാണ് ആദ്യം ലഭിക്കുക. PM കിസാൻ്റെ 19ാം ഇൻസ്റ്റാൾമെൻറ്റ് വിതരണവുമായി ബന്ധപ്പെട്ടതാണ്. ക്ലോസ് ചെയ്യാവുന്നതാണ്. മുകളിൽ ക്ലോസ് ചെയ്യാനുള്ള ലിങ്കുണ്ട്. തുടർന്ന് നമുക്ക് സൈറ്റിൻ്റെ മുകളിലായി ഓൺലൈൻ സർവീസസ് എന്ന് കാണാം. അതിന് തൊട്ട് താഴെയായിട്ട് വെഹിക്കിൾ റിലേറ്റഡ് സർവീസ് എന്നും കാണാം. അവിടെ പ്രസ് ചെയ്തതിന് ശേഷം സ്റ്റേറ്റ് കേരള തിരഞ്ഞെടുത്ത് കൊടുത്ത് മുന്നോട്ട് പോകണം. തുടർന്ന് വരുന്ന പേജിൽ ഇടത് സൈഡിലായി രജിസ്ട്രേഷൻ നമ്പർ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യണം. എനേബിൾ ചെയ്തതിന് ശേഷം തൊട്ട് താഴെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അവസാനം 4 ഡിജിറ്റ് ഉണ്ടാകണം. അവസാനം 4 ഡിജിറ്റ് ഇല്ലെങ്കിൽ ഇടത് സൈഡിൽ സീറോകൾ ചേർത്ത് 4 ഡിജിറ്റ് ആക്കി കൊടുക്കണം. അതിനുശേഷം താഴെ ഒരു ചെക്ക് ബോക്സ് ഉണ്ട്. ആ ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് വരുത്തിയതിന് ശേഷം അവിടെ പ്രൊസീഡ് എന്ന് കാണാം. ആ പ്രൊസീഡിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും ഒരു പോപ്പപ്പ് വിൻഡോ വരുന്നതാണ്. അവിടെ വീണ്ടും നമ്മൾ പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോകണം. തുടർന്ന് വരുന്ന പേജിൽ മുകളിലായി നമുക്ക് ഡൗൺലോഡ് ഡോക്യുമെൻറ്റ്സ് എന്ന് കാണാം. ആ ഡൗൺലോഡ് ഡോക്യുമെൻറ്റ്സിൽ പ്രസ് ചെയ്താൽ താഴെയായി പ്രിൻ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നൊരു ലിങ്ക് കൂടി കാണാം. അവിടെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് നമ്മൾ ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുത്ത വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ അവിടെ ഓട്ടോമാറ്റിക് ഫെച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. വലത് സൈഡിൽ ഷാസി നമ്പർ എന്നറിയപ്പെടുന്നത്, നമ്മൾ ചേസിസ് നമ്പർ എന്നൊക്കെ വിളിക്കുന്ന RC ബുക്കിലുള്ള കുറേയധികം നമ്പറുകളുള്ളതിൽ അതിൻ്റെ ഏറ്റവും അവസാനത്തെ 5 ഡിജിറ്റ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം വാലിഡേറ്റ് ഇൻഫർമേഷനിൽ പ്രസ് ചെയ്താൽ തൊട്ട് താഴെ കണ്ടീഷൻസ് വരുന്നതാണ്. അവിടെ ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് വരുത്തണം. അതിനുശേഷം നമ്മൾ RCയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഓട്ടോമാറ്റിക് അവിടെ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ RCയിൽ എങ്ങനെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്യാം എന്നതിൻ്റെ വീഡിയോ ചാനലിൽ ലഭ്യമാണ്. അതിൻ്റെയും ലിങ്ക് കൊടുത്തിരിക്കാം. ഇവിടെ വാഹന ഉടമയുടെ ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ വാഹന ഉടമയുടെ തന്നെ RCയിലും ലിങ്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇത് ചെയ്യുവാൻ സാധിക്കൂ. അതിൻ്റെ വീഡിയോ ആണ് ചാനലിൽ ലഭ്യമായിട്ടുള്ളത്, ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ജനറേറ്റ് OTP എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിൻ്റെ അവസാനത്തെ ഡിജിറ്റ് അവിടെ കാണിച്ചിട്ടുണ്ട്. OTP അയച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ OTP നമ്മൾ തൊട്ട് താഴെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഷോ ഡീറ്റെയിൽസ് എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. തുടർന്ന് നമുക്ക് RCയുടെ കളർ ഇമേജ് അടങ്ങിയ പ്രിൻ്റ് എടുക്കാവുന്ന പേജുകൾ ഇവിടെ ലഭിക്കുന്നതാണ്. ഫ്രണ്ടും ബാക്കുമുണ്ട്. ഇത് അവിടെ കാണുന്ന പ്രിൻ്റ് ഓപ്ഷനിൽ പ്രസ് ചെയ്ത് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. പ്രിൻ്റർ സെറ്റിങ്സൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കേണ്ടി വരും. 2 പേജിലായിട്ടൊക്കെ വരുന്നതായിട്ടാണ് കാണുന്നത്. ഒറിജിനൽ RCയിൽ നമുക്ക് നേരത്തെ ഒറിജിനൽ RCയിൽ എന്തൊക്കെ വിവരങ്ങളുണ്ടോ അതെല്ലാം ഈ RCയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്, QR കോഡ് സഹിതം. ഇനി നമ്മൾ മൊബൈൽ വഴി RC ഡൗൺലോഡ് ചെയ്യാനായിട്ട് parivahan.gov.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച ശേഷം നേരത്തെ കണ്ടതുപോലെ ഒരു പോപ്പപ്പ് വിൻഡോ ഇവിടെ വരുന്നതാണ്. അത് ക്ലോസ് ചെയ്യണം ആദ്യം. അതിനുശേഷം ഇടത് സൈഡിൽ മുകളിലായിട്ട് 3 വരകൾ കാണാം. ആ 3 വരയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് താഴെ ഓൺലൈൻ സർവീസിന് താഴെയായിട്ട് വെഹിക്കിൾ റിലേറ്റഡ് സർവീസസ് എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടുന്നത്. അതിനുശേഷം സ്റ്റേറ്റ് കേരള തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോയതിനു ശേഷം നേരത്തെ ചെയ്തപോലെ രജിസ്ട്രേഷൻ നമ്പറിൽ ക്ലിക്ക് ചെയ്ത് വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ കൊടുത്ത് താഴെ വന്ന് ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് കൊടുത്ത് പ്രൊസീഡ് കൊടുത്താൽ വീണ്ടും ഒരു പോപ്പപ്പ് വിൻഡോ വരും. അവിടെയും മുകളിൽ പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോകണം. തുടർന്ന് വീണ്ടും നമുക്കിവിടെ ഇടത് സൈഡിൽ 3 വരകൾ കാണാം. ആ 3 വരയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പോലെ തന്നെ അവിടെ ഡൗൺലോഡ് ഡോക്യുമെൻറ്റ്സ് എന്നുള്ള ലിങ്ക് വരും. ആ ഡൗൺലോഡ് ഡോക്യുമെൻറ്റ്സിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ താഴെ പ്രിൻ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നുള്ള ലിങ്ക് ലഭിക്കും. അവിടെ പ്രസ് ചെയ്ത് കൊടുത്ത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ
ഷാസി നമ്പറിൻ്റെ അവസാനത്തെ 5 ഡിജിറ്റൊക്കെ കൊടുത്ത് മൊബൈലിലേക്ക് വരുന്ന OTP കൊടുത്ത് RC ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.